സാധാരണ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളെ കുറിച്ചാണെങ്കിലും, പക്ഷെ പ്രത്യേകിച്ച് സിനിമയിലാവുമ്പോൾ കുറച്ചും കൂടി ആരോപണങ്ങൾക്ക് ഒരു ആക്കം കൂടും. പിന്നെ ആൾക്കാർക്ക് എഴുതി പിടിപ്പിക്കുന്നത് വായിക്കുന്നത് കണ്ടിട്ട് അത് വിശ്വസിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഈ സമയത്തൊക്കെ ഇങ്ങനെയൊരു ഒരു വിഷമം വരുമ്പോൾ എതിർ അച്ഛനമ്മ തന്നെയാണോ അതോ ഏട്ടനോടോ അല്ലെങ്കിൽ അങ്ങനെ വേറൊരു ഫിഗർ ഉണ്ടോ വന്നപ്പോ വർത്താനം പറഞ്ഞ് സംസാരിച്ച് കളയാനായിട്ട്? എൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന ആള് ഇപ്പൊ വലിയ പുറത്തൊക്കെ പോയിട്ട് പഠിച്ചു എന്തൊക്കെയായാലും പക്ക നാട്ടിൻ പുറത്തുള്ള ഇപ്പൊ അവനിപ്പോ ഞാൻ തന്നെ ഇപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഞാനിപ്പോ എൻ്റെ ചേട്ടനെ അവൻ നീ എന്നൊക്കെയുള്ള റിലേഷൻ ആട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും ചേട്ടൻ അവനോട് അങ്ങനെ പറയുമ്പോൾ അവനോ ചോദിക്കും. അപ്പോൾ പുറത്തൊക്കെ പോയി ഞാൻ കുറച്ച് കൂടുതലായിട്ട് ആരോടെങ്കിലും ഒക്കെ മിണ്ട് പൊസസീവ്നെസ്സിന്റെ അല്ല, നിനക്കെന്ത് നീ ഒരു പെണ്ണാന്ന് നിനക്ക് ആലോചിച്ചൂടെ, അങ്ങനത്തെ പെൺകുട്ടികളായാലും കുറച്ചൊരു അടക്കൊതുക്കൊക്കെ വേണം. അങ്ങനെ സംസാരിക്കും. പിന്നെ ഭയങ്കര സിമ്പിൾ, എത്രത്തോളം സിമ്പിൾ ആക്കാൻ പറ്റുമോ. ഇപ്പൊ ലിപ്സ്റ്റിക്കിന് ലൈനർ ഇട്ടാൽ തന്നെ എന്തിനാ അങ്ങനെ ലൈനർ ഒക്കെ ഇടണേ, എത്രത്തോളം സിമ്പിൾ ആവാൻ പറ്റും. അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. പക്ഷെ എങ്കിൽ കൂടി ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും ബോധേടേ അല്ല. എന്ത് കേട്ടല്ലോ അതിനെന്തില്ലേ കുഞ്ഞി, എന്നെ കുഞ്ഞിന്നാ വിളിക്കാൻ ചേട്ടൻ, അതിന് കുഞ്ഞെന്തിന് ഇതാക്കുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ കുറ്റബോധം വരാതിരിക്കാൻ നോക്കണം. അത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയുണ്ട്, അവർക്കറിയാം ഞാൻ എങ്ങനെയാന്നുള്ളത്. അതിനേക്കാൾ എനിക്കറിയാം ഞാൻ എന്താന്ന്. പിന്നെ എന്തിനാ നമ്മള് എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. കാവ്യ ഇപ്പൊ ചൈൽഡ് ആർട്ടിസ്റ്റ് സിനിമയിൽ വന്നാലും പിന്നെ വളരെ സീരിയസ് റോൾ ചെയ്തു, തലതെറിച്ച കുറെ പെൺപിള്ളേരെ റോൾ ചെയ്തു. പിന്നെ കളക്ടറായി, ഇതേ മോഹൻലാൽ നായികയായിട്ട് മാടമ്പിയിൽ അഭിനയിക്കുന്നു. എന്നൊക്കെ ഇരുന്നാലും കേരളത്തിലെ ആൾക്കാർ മലയാളികൾ കാണുന്നത് ഒരു ധാവണിക്കാരിയായിട്ടാണ് അല്ലെ, തോന്നിയിട്ടുണ്ടോ? ശരിക്കും ഒരു കാവ്യയുടെ ആ ഒരു കൊച്ചു മനസ്സ് മാറി ഒരു ശരിക്കും ഒരു മെച്ചൂർഡ് ആക്ട്രസ് ആയി എന്ന് കാവ്യക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പക്ഷെ കുറച്ചും കൂടി സീരിയസ് ആയിട്ടൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പ്രൊഫഷനെ ഞാൻ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്, അത് ഞാൻ ഇത്തിരി മെച്ചൂർഡായി എന്നുള്ളതിന്റെ സൂചനയായിരിക്കും അങ്ങനെയൊക്കെ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെന്താ, നാളെ മോളെ ഷൂട്ടിങ്ങിന് പോണം, പോയി ഷൂട്ടിങ്ങിന് പോയി, ആക്ഷൻ, അഭിനയിച്ചു. ഒന്നിനെ കുറിച്ചിട്ട് പ്രായം അതായിരുന്നു. പിന്നെ എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടേ ഇല്ല. എന്റെ 5 വയസ്സ് തൊട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ട് നായികയാവാൻ എല്ലാവർക്കും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. കുറച്ച് ഇതതുമില്ല. 9ാം ക്ലാസ്സിന്റെ 8ാം ക്ലാസ്സിന്റെ അവസാനം വരെ ഞാൻ അഭിനയിച്ചു. 9ാം ക്ലാസ്സിനാണ് നായികയാവണത്. ഇപ്പൊ ഈ അഴകിയ രാവണനും ചന്ദ്രനുദിക്കുന്ന ദിക്കിലും തമ്മില് 4 വർഷമല്ല 3 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? കാരണം ഞാൻ വളർന്നതും പെട്ടെന്നായിരുന്നു. അത്ര ഗ്യാപ്പേ ഉള്ളൂ ഈ പടങ്ങൾ തമ്മില്. ആ കാലത്തുള്ള ഒരു അഡോളസന്റ് ഏജ് ഉണ്ടല്ലോ, അത് മിസ് ചെയ്തിട്ടുണ്ടാവില്ലേ? കളിച്ചു നടക്കേണ്ട പ്രായത്തിലൊന്നും ഞാൻ അത് ചെയ്യുന്നതിന് പകരം ജോലി ചെയ്യായിരുന്നു. ഞാൻ എന്റെ 10 വയസ്സോട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു ചൈൽഡ് ലേബർ ആണ് ശരിക്കും. എന്തോ ചൈൽഡ് ലേബർ ആയിരുന്നു. അപ്പൊ ആ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നോണ്ടെങ്കിൽ കുട്ടികൾ ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴും കാവ്യ ഒരു കൊച്ചുകുട്ടിമാരി കാണുണ്ടാവും അല്ലെ. അപ്പൊ ചിലപ്പോൾ ചിലർ പറഞ്ഞല്ലോ, ഒന്നില്ലെങ്കിൽ അവള് അതിഭയങ്കര പൊട്ടിയാണ്, അല്ലെങ്കിൽ അവള് ഭയങ്കര കള്ളിയാണ്. ഇത്തിരി ഉള്ളപ്പോ തൊട്ട് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരനെ ചോദിക്കാറുണ്ട്, സത്യം പറ നീ അഭിനയിക്കല്ലേ, പൊട്ടിയിട്ട് അഭിനയിക്കല്ലേ? പക്ഷെ ആരെങ്കിലും എന്നെ എല്ലാരും പൊട്ടിന്ന് വിചാരിക്കണം, എന്നെ എല്ലാരും മന്ദബുദ്ധി എന്ന് വിളിക്കണം ആരെങ്കിലും ആഗ്രഹിക്കോ? അല്ല, പക്ഷെ ഇതൊരു കണക്ക് നല്ലതല്ലേ ഇങ്ങനത്തെ ഒരു മേക്ക് ഓവർ ഉണ്ടെന്ന് ഞാൻ പറയില്ല, ഉണ്ടെങ്കിൽ നല്ലതല്ലേ? കാരണം പലതും വന്ന് തട്ടാതെ പോയില്ലേ? സത്യമാണ്. എനിക്ക് അതുകൊണ്ടുള്ളൊരു ഗുണം, എന്തെങ്കിലൊക്കെ എനിക്ക് ധൈര്യത്തിൽ എന്തും പറയാം. കാരണം അഥവാ പറ്റിയാലും ആ ഒരു ക്ഷമിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടല്ലോ, അത് കാവ്യാണ് പറഞ്ഞ. ഇത് സ്റ്റേജിലൊക്കെ എന്നെ ഇപ്പൊ നമ്മുടെ സിനിമയുടെ ആൾക്കാരുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും, അതിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചൊരു ഒരു ചിരി. എനിക്ക് എന്തിനാണ് ഈ ചിരി ആവശ്യം? ഇനിയിപ്പോ നമുക്ക് അടുത്തത് ചിരിക്കാനുള്ള ഒരു വിഷയമൊക്കെ കിട്ടാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു സൂചകം നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ. ഇപ്പൊ ചില ആൾക്കാർ ഇത് കാവ്യാണെന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ കുട്ടിയാന്ന് അവർക്കിടും, പക്ഷെ ചിലപ്പോൾ കാവ്യക്ക് അവരുടെ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ അവർ വന്നിട്ട് ഓവറായിട്ട് വിളിക്കുമ്പോ കേട്ടോ. പിന്നെ എന്റെ മുഖം ഞാനൊക്കെ കരയൊക്കെ ചെയ്തിട്ടുണ്ട്, അമ്പലത്തിൽ ഇങ്ങനെ തൊഴുതോണ്ടിരിക്കുക. അപ്പൊ വന്നിട്ട് എന്തോ മുടി വെട്ടീനെന്തോ ഒരു അമ്മ വന്നിട്ട് എന്റെ കവിളന്നെ പിടിച്ചിട്ട് ഒരു പിച്ചല് വെച്ച് കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ട് സ്നേഹം ഉപദ്രവിച്ചിട്ട് ആരെങ്കിലും സ്നേഹം കാണിക്കുമോ? ഞാനും ഉപദ്രവിച്ചിട്ടൊന്നും സ്നേഹം കാണിക്കാറൊന്നുമില്ല. സ്നേഹം നമ്മുടെ മുഖത്തന്നെ കാണും. അതെ. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമാത്ത ഒരു കാര്യം വെച്ചെങ്കിൽ മുഖത്തൊരു ചെറിയ കുരു ഉണ്ടെങ്കിൽ അത് ഇരുന്ന് കുത്തി പൊട്ടിക്കും. എന്റെ മുഖത്ത് നല്ല ചേച്ചി, എനിക്ക് വേറെ ആരുടെ മുഖത്തുണ്ടെങ്കിലും ട്രെയിനിലൊക്കെ പോണ സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ മുഖത്തൊക്കെ ഞാനുണ്ടെങ്കിൽ എനിക്കിങ്ങനെ
അമ്മ അയാളെ മുഖത്ത് നോക്കുമ്പോ ഒരു ഞാൻ പൊട്ടിക്കട്ടാ ഞാൻ പൊട്ടിക്കാം അമ്മ നീ ഒന്നും മിണ്ടാണ്ടെന്ന് എന്തെന്നാ നാണം അയാൾക്ക് വാങ്ങിച്ചു കാവ്യ അയാളെ ഇവിടെ തന്നെ ഇങ്ങനെ നോക്കണേത് അയാള് വിചാരിക്കണ്ടാവും. അത് ഭയങ്കര വൃത്തിയായിട്ടൊരു സ്വഭാവമാണ് എനിക്ക്. അതുകൊണ്ട് കണ്ണാടി അധികം നോക്കാനേ പാടില്ല. കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അതൊരു ഹോബിയായിട്ട് ഏറ്റെടുത്തിരിക്കും.